എന്റെ മുരുക, സർവേശ്വരന്മാരെ കാത്തുരക്ഷിക്കണേ. ഓ, ഇനി തുടങ്ങിയവൻ. എന്താടാ പൊടിപ്പാറ്റിയേ? അതെ, സകല നേതാക്കന്മാരുടെയും പേരും പത്രാസൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനിടയ്ക്ക് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ പൊടിപ്പാറ്റി. പൊടിപാറ്റിയോ? അതെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. വാ പൊടി. കണ്ടോ, ഇന്നിവിടെ അത്രയും പൊടി പാർപ്പിക്കും. അതാണ് ഈ പൊടിപാറ്റി കുഞ്ഞാച്ചു. സോറി, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതാണ് എന്റെ ഒരു സ്റ്റൈൽ. എപ്പോഴും മൊത്തത്തിൽ ഇങ്ങനെ പൊടി പാറി കാണാനാണ് നമുക്കിഷ്ടം. അത് അടിയാണെങ്കിൽ അടി, ഇടിയാണെങ്കിൽ ഇടി. എന്താടാ രാവിലെ തന്നെ അടിയടിയും പറഞ്ഞു തുടങ്ങിയോ നീ പൊടിപാറ്റാൻ? ഇത് ക്യാൻറ്റീൻ അമ്മായി. നമസ്കാരം. ഈ ക്യാൻറ്റീൻ അമ്മായിയാണ് ഞങ്ങൾ ഈ കാണുന്ന സകല എണ്ണത്തിനും കാലാകാലങ്ങളായി വെച്ച് വിളമ്പി തരുന്ന ഒരേ ഒരു അമ്മായി. ദ മദർ ഓഫ് ദ മാർക്കറ്റ്, ചന്ത അമ്മായി എന്ന് മലയാളത്തിൽ പറയും. ഇത് എന്ത് കണക്കെടുപ്പാടാ അമ്മായി? ഇത് കോർപ്പറേഷന്റെ ഒരു പ്രത്യേക ഓർഡറാണ് ഇവർ പറയുന്നത്. ഈ മാർക്കറ്റിലുള്ള മൊത്തം തൊഴിലാളികളുടെയും പേരും വിവരം ഒന്ന് കളക്ട് ചെയ്യാം. കോർപ്പറേഷന്റെ കാര്യമായതുകൊണ്ട് നമ്പാൻ പറ്റൂല. നേരത്തെ ഇതുപോലൊരു കണക്കെടുപ്പ് നടത്തി ഞങ്ങളെല്ലാരെയും പോച്ചു കാണിക്കാൻ നോക്കിയത് ഞങ്ങളാരും മറന്നിട്ടില്ല എന്റെ സാറേ. ഇത് സമീർ ദാസ്, ഇത് വിജയ് എന്നും പറയും. പിന്നെ ഇവൻ പറഞ്ഞതിനാണ് സാറന്മാരുടെ വരവെങ്കിൽ പറഞ്ഞില്ല എന്ന് വേണ്ട. എപ്പ പൊടി പറയുന്ന ചോദിച്ചാ മതി ഓഫീസ്. ഞാൻ കല്ലങ്കാരി ദാസപ്പൻ, അതല്ല പ്രശ്നം. ഇത്ര പെട്ടെന്ന് ഞാൻ ഇവിടെ എങ്ങനെ എത്തി? അതാ എനിക്ക് മനസ്സിലാകാത്ത. എന്താ അവിടെ നടക്കണേ? സുനാമിയോ? അല്ലോ, ഏതാണ്ട് യമുനായില്. അയ്യോ, വണ്ടി വലിച്ചോണ്ട് പോകും. മാർക്കറ്റ് ഇത് ഏതാണ്ട ഈ കാണ്ടാമൃഗം എങ്ങനെ എന്നെ വലിച്ചെറിഞ്ഞത്? ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. ആരെയാണ് നായെ വിളിച്ചോണ്ട് വരേണ്ടത്? നിന്റെ അച്ഛനെയാ? എടാ മോനെ, ഇറച്ചിക്കട്ടെ. ഇവിടെ വന്ന് വെറുതെ പൊടി മാറ്റം നിന്നാലേ നിന്റെ തടി പാറിപ്പോവും. ഇത് പാളയ മാർക്കറ്റാടാ, അലിഭായിയുടെ പാളയ മാർക്കറ്റ്. എന്താ അവിടെ ഇവനെന്താ തിരിഞ്ഞു കളിക്കണ? എന്താണ്? എന്നെ എടുത്ത് എറിഞ്ഞു കണ്ണേട്ടാ. കണ്ണേട്ടാ, പന്നിയുടെ മോനെ, ഈ മാർക്കറ്റ് കുഞ്ഞ് ഇവിടെ ഉള്ളപ്പോ ഇവിടെ കയറി വന്ന് അറാമ്പർ പാടിച്ച കുത്തി കീറിക്കളഞ്ഞാൻ. பந்திட போனே. இந்த பட்டாணி யாரும் தெரியுமாடா? விழிச்சுட்டு வாடா நாளிபாய. தில்லி தான் வந்து மோதி பார்க்க சொல்றா. விழிக்கடா நாய்க்கல. இந்த பட்டாணி பரவசிவம் யாரும் தெரியுமாடா? அந்த சேல மார்க்கெட்டே பெரிய ரவுடிடா. வர சொல்றான் நான் இந்த மவனை. வர சொல்றா. ஏய், எங்கடா அந்த அலிபாய்? அவன் வரமாட்டான். போய் சொல்றா, நான் இங்க தான் நிக்கிறேன்னு. அவனோட கோழி கூட அங்காடியில தான் நிக்கிறேன். தைரியம் தான் வந்து மோதி பார்க்க சொல்றான். ஏய், மனசுலாடா பட்டிட மக்களே. എടാ, നിന്നെ പോലുള്ള ഒരു ഉച്ചാളി വന്ന് വെല്ലുവിളിച്ച ആ വിളിപ്പുറത്ത് വരുന്ന ആളല്ല ഞങ്ങളുടെ അലിഭായ്. മൂപ്പർക്ക് നീ ഒന്ന് എര പോലടാ. പോടാ. முடிஞ்சா வந்து காப்பாட சொல்றான் அந்த அலிபாய. போகடா. കുഞ്ഞിനെ വിടടാ. നോക്കി നിൽക്കാതെ പിടിച്ച് മാറ്റണോ? മാറി നിൽക്കാ. മുന്നീന്ന് മാറണോ? പോയിക്കോടാ. എന്റെ മക്കളെ മാറണം. നടുറോട്ടിൽ കിടന്ന് കവാട്ട് കളിക്കാതെ മാറി.
എടാ മാറി നിൽക്കാൻ ഇയാൾ എന്തെന്നാ കാണിക്കുന്നേ? എടാ ഇത് റൂട്ടിലോടുന്ന വണ്ടിയാണോ? ഇറങ്ങി പോടാണോ? ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയോ? ഞാൻ വണ്ടി എടുത്തോ. ആ ചെക്കനൊന്നും ചെയ്യണ്ട, ഞാൻ വണ്ടി എടുത്തോളാം. പണ്ടാറ എങ്ങോട്ടാ പോണ്ടത്? മാർക്കറ്റിലെ ചെക്കൻ വെച്ച അവന്റെ കളി. ഇവന്റെ സമയം മോശാന്നാ തോന്നുന്നത്. എന്തായാലും ട്രിപ്പ് കട്ടായി. ഇനി എന്തെങ്കിലും ആവട്ടെ. ബേജാറാക്കല്ലേ കോയ, നമ്മളും കോഴിക്കോട്ടങ്ങാടിന്നാ. പട്ടാണി പരമശിവനെ ബായി പട്ടാൻ കിട്ടാൻ വേണ്ടി എന്റെ കുട്ടികളെയും കൂടെ ഉള്ളവരെയും കുത്തി മുറിവേൽപ്പിക്കാൻ ഇനി ആ പാളയന്മാർക്കെന്റെ പടി ചവിട്ടിയുണ്ടല്ലോ, പൊക്കി എടുത്തോണ്ട് കല്ലായി പുഴയേറിയടാ ഈ അണ്ണാച്ചി കുണാപ്പനെ. Hehehe